ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറ് കൊണ്ടാണ് ഞാൻ ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലിൻ്റെ ഐക്കൺ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നത് കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഈ 1 കപ്പ് ചോറിന് കണക്കായിരിക്കും. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് മധുരമാണ് 1 കപ്പ് ചോറിന്. അതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോറ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു തിക്കായിട്ടുള്ള പാലൊന്നല്ല, കുറച്ച് ലൂസിൽ തന്നെയുള്ള പാലാണ്. തിക്ക് പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അതിലോട്ട് ഒരു 2-3 ഏലക്കായ് പൊടിച്ചതും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ചോറ് ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വേണം ഇത് അരക്കാൻ വേണ്ടിയിട്ട്. ഉപ്പിലോട്ട് നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും ചോറിൻ്റെ മാവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കൂട്ട് ഇപ്പം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഈ കൂട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളെ കൂട്ട് ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് കലക്കിയതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതെയും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്, സെറ്റാവുകയും ചെയ്യും. പക്ഷെ അത് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അരിപ്പൊടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 1 കപ്പ് ചോറിന് 1 കപ്പ് തേങ്ങാപ്പാൽ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി. അതിൽ കൂടുതലാവണ്ട, കുറയുകയും ചെയ്യണ്ട. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു മൊത്തമായിട്ട് 3 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അത് 3 ടീസ്പൂൺ നെയ്യ് തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ നെയ്യും ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചേർത്താലും ടേസ്റ്റ് ഉണ്ട്.
നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വേവിച്ച കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, പക്ഷെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ കിണ്ണത്തപ്പത്തിലെല്ലാം കടലപ്പരിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഇതിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും ഒരു കിണ്ണത്തപ്പം കഴിക്കുന്ന ഒരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു തിക്ക് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്കിൽ നമ്മൾ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ സ്പൂണിലോട്ടെല്ലാം ആക്കിയാൽ ഇങ്ങനെ പാത്രത്തിലോട്ട് വീഴാൻ പാകത്തിലുള്ള ആ ഒരു തിക്നെസ്സിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവി വെക്കാം. അതിലോട്ട് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത്. അപ്പോൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷമാണ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോടെ ചെയ്യണ്ട, നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് ആ ഷേപ്പിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും കിണ്ണത്തപ്പത്തിൻ്റെ അതേ സെയിം ടേസ്റ്റാണ് ഈ ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയ കിണ്ണത്തപ്പത്തിനും. കാണാനും അതേപോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ ഡാർക്ക് ശർക്കര നോക്കി തന്നെ എടുക്കുക, അപ്പോൾ ഈ കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട്